ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. ചെമ്പ്രോട്ടത്ത് യുവാവ് സ്വകാര്യ ബസിന്റെ ചില്ലടിച്ച് തകർത്തു. ഡ്രൈവറടക്കം 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ബസിന് പിറകിലിടിച്ച ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവ് പ്രകോപിതനായതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ആലത്തൂർ ജുമാ മസ്ജിദിന് മുന്നിലെ ചമ്രോട്ട റോഡിലാണ് സംഭവം. തിരൂരിൽ നിന്നും ചമ്രോട്ടത്തേക്ക് പോകുകയായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ബസിന്റെ മുൻവശത്തെ ഗ്ലാസാണ് ഓട്ടോ ഡ്രൈവർ അടിച്ചു തകർത്തത്. ആലത്തൂർ ജുമാ മസ്ജിദിന് മുന്നിലെ ചമ്രോട്ട റോഡിൽ യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ബസ് നിർത്തിയതോടെ ബസിന് പുറകിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ബസ് ഡ്രൈവർ ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ യുവാവ് പ്രകോപിതനാകുകയായിരുന്നുവെന്നും തുടർന്ന് ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർക്കുകയായിരുന്നുവെന്നും ബസ് ഡ്രൈവർ ആലത്തൂർ സ്വദേശിയായ KP സുമേഷ് പറഞ്ഞു. ബസിന്റെ ഗ്ലാസ് തട്ടി 3 പേർക്കാണ് പരിക്കേറ്റത്. ഞങ്ങൾ ആലത്തൂര് ആളെടുക്കാനായിട്ട് വണ്ടി ചമ്രോട്ടത്തിൽ പോവാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജുമാ മസ്ജിദിന് മുന്നിൽ നിന്ന് 2 ആൾക്കാർ റോഡ് മുറിച്ച് കിടക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തി കൊടുത്തു. ആ സമയത്ത് തന്നെ ബാക്കിൽ വന്ന ഒരു ഓട്ടോറിക്ഷ ബസ്സിൻ്റെ ബാക്കിൽ അടിച്ച് അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ നേരാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ തട്ടിയപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊരു ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ അവൻ പ്രകോപിതനായിട്ട് എന്നെ പിടിച്ച് തള്ളി. ഇവിടെ അവനെന്തെങ്കിലും തട്ടി മുറിയൊക്കെ ഉണ്ട്. പിന്നെ ആ ദേശത്തിന് അവൻ കയ്യിലൊരു പൈപ്പ് കൊണ്ട് വന്നിട്ട് ബസ്സിന് മെയിൻ ഗ്ലാസ് അടിച്ചാണ് പിടിച്ചു. ആൾ നല്ല മദ്യത്തിലാണ്, നല്ല ലഹരിയിലാണ് ആൾ. നാട്ടുകാരെ മൊത്തം കൂടി നിന്ന് നാട്ടുകാരൊക്കെ അവന് കൈയൊക്കെ നിന്ന്, പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. കാരണം അവൻ അത്രയും മൂടാണ്. പിന്നെ 2 കുട്ടികൾക്ക് ഗ്ലാസ് പൊട്ടിച്ചാൽ കാലിന് മുറിയുണ്ട്. കുട്ടിയുടെ അമ്മൻ്റെ കൈമിലും മുറിയുണ്ട്, കുട്ടികളുടെ കാലിന് മുറിയുണ്ട്. പരിക്കുപറ്റിയ ചമ്രോട്ട സ്വദേശികളായ അത്തിക്കാട്ട് വീട്ടിൽ സെമീന, മക്കളായ അഹമ്മദ്, ഹാക്കിൽ, ആയിഷ എന്നിവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.